ചില അപ്രതീക്ഷിത കാരണങ്ങളാൽ മമതയ്ക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. മമതയ്ക്ക് വേണ്ടി അവരുടെ അമ്മാവൻ ശ്രീ ഗംഗാധരൻ അവാർഡ് ഏറ്റുവാങ്ങും. കൂട്ടം സുഹൃത്തുക്കൾക്കായി മമത അയച്ച സന്ദേശം രേഷ്മ ഇവിടെ വായിക്കും. അവാർഡ് നൽകുന്നതിനായിട്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ശ്രീ ബദറുദ്ദീനെ സാദരം ക്ഷണിക്കുന്നു. ശ്രീ ബദറുദ്ദീൻ. കൂട്ടമംഗം അലിഫ്. കൂട്ടം gift.comന്റെ ഡയറക്ടർ ശ്രീ ജുനു. ജുനു പ്ലീസ്. പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ഗംഗാധരനെ സാദരം ക്ഷണിക്കുന്നു. മമതാ മോഹൻദാസിന്റെ അമ്മാവനാണ് ശ്രീ ഗംഗാധരൻ. കൂട്ടം അംഗം അലിഫ് കൂട്ടം ഷാൾ അണിയിച്ച് ആദരിക്കുന്നു. ശ്രീ ജുനു ക്യാഷ് അവാർഡ് നൽകുന്നു. ശ്രീ ബദറുദ്ദീൻ ട്രോഫി. നന്ദി. അടുത്തതായി കൂട്ടം കൂട്ടുകാർക്കായി മമത കൊടുത്തയച്ച സന്ദേശം രേഷ്മ ഇവിടെ വായിക്കും. Dear Jyoti, I sincerely apologize for my absence at the Kutam Union that's going to be held on 14th, and I really appreciate your organization's effort in using a mere web portal in bringing eminent people together from different parts of the globe. I wish you and everyone behind this great success in all endeavors, and may the Almighty bless you with greater ideas. Kindly consider my words as acceptance of your award. And also, please bear in mind that I value this more than any other awards that I have received in recent times. Your love and support keeps me going, and I also wish to tell everyone present there that even the worst can be bypassed with just the power of mind and attitude. I may not be as busy same time next year, and I hope to come and meet everyone from Kutam and be the one amongst you all. Lots of love and best wishes to everyone. Mamta. Thank you, Reshma. അടുത്തതായി പ്രശസ്ത ഫുട്ബോൾ താരമായ ശ്രീ മുഹമ്മദ് റഫിക്കുള്ള അവാർഡ് ദാനമാണ്. ആദ്യമായി ശ്രീ മുഹമ്മദ് റഫിയെക്കുറിച്ച് കൂട്ടം കൂട്ടുകാർ തയ്യാറാക്കിയ ഷോർട്ട് വീഡിയോ കാണാം. കരുത്തിന്റെ പര്യായം എന്ന വിഭാഗത്തിലേക്ക് നോമിനേഷന് അർഹരായവർ: പ്രീജ ശ്രീധരൻ. ഇടുക്കി ജില്ലയിലെ രാജാക്കാട്ടിൽ നിന്ന് ലോകത്തിന്റെ നെറുകയിലേക്ക് ഓടിക്കയറിയ മലയാളിയുടെ അഭിമാനമായ കായിക താരം. ഇല്ലായ്മയുടെ നടുവിൽ നിന്ന് പ്രീജ ഗാങ് ഷൂ ഏഷ്യാഡിൽ ലോകോത്തര താരങ്ങളെ പിന്തള്ളി 10,000 മീറ്ററിലും 5,000 മീറ്ററിലും ഇരട്ട മെഡൽ നേടി രാജ്യത്തിന്റെ അഭിമാനമായി. ഷർമി ഉലഹന്നാൻ. ഏഷ്യൻ ഗെയിംസിലെ വനിതാ വിഭാഗം കബഡി മത്സരത്തിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിലെ ഏക മലയാളി താരം. പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഷർമി സ്വന്തം രാജ്യത്തിന്റെ കഴുത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ മെഡൽ അണിയിച്ചു. ഈ കാസർഗോഡുകാരി തിരുവനന്തപുരം കരമന NSS കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. ജോസഫ് എബ്രഹാം. ഒരു ഏഷ്യൻ ഗെയിംസിൽ 400 മീറ്റർ ഹർഡിൽസിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ കായിക താരം. മലയാളിയുടെ മനസ്സിൽ അഭിമാനത്തിന്റെ പൂത്തിരികൾ കത്തിച്ച് ഗാംചവിൽ നടന്ന ഏഷ്യൻ ഗെയിംസിലാണ് ജോസഫ് ഈ നേട്ടം കൈവരിച്ചത്. 400 മീറ്റർ ഹർഡിൽസിലെ ദേശീയ റെക്കോർഡ് ഈ കോട്ടയം സ്വദേശിയുടെ പേരിലാണ്. ഈ വിഭാഗത്തിൽ നിന്ന് കൂട്ടുകാർ തിരഞ്ഞെടുത്തത്
ശ്രീ മുഹമ്മദ് റാഫിയെയാണ്. മുഹമ്മദ് റാഫി ക്രിക്കറ്റ് താരങ്ങൾ അരങ്ങുവാഴുന്ന നമ്മുടെ രാജ്യത്ത് കുട്ടിക്കാലം മുതൽ ഫുട്ബോളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഇന്ത്യൻ ഫുട്ബോളിൽ ഏറ്റവും വിലപിടിപ്പുള്ള താരമായി മാറിയ മലയാളി താരം. ചടുലമായ നീക്കങ്ങൾ, അവിശ്വസനീയമായ പന്തടക്കം, ഏത് പ്രതിരോധത്തെയും അപ്രസക്തമാക്കുന്ന ഷൂട്ടിംഗ് വൈഭവം. ഒരു ലോക നിലവാരമുള്ള കാൽപന്ത് കളിക്കാരനു വേണ്ട എല്ലാ കഴിവും തികഞ്ഞ ഈ തൃക്കരിപ്പൂരുകാരൻ ഇന്ത്യൻ ഫുട്ബോളിൽ ആദ്യ കോടിപതി കൂടിയാണ്. ഒരു ഗ്രാമത്തിന്റെ ഇല്ലായ്മകളിൽ നിന്ന് ഇന്ത്യൻ ഫുട്ബോളിന്റെ അമരത്തെത്തിയ കരുത്തിന്റെ മുത്തിനെ കൂട്ടം ആദരിക്കുന്നു. കൂട്ടുകാരുടെ മഹനീയ വ്യക്തികളോടുള്ള ആദരവും സ്നേഹവും പ്രകടമാക്കുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്ക് എന്ന നിലയിൽ അവർ തങ്ങളുടെ ധർമ്മം എന്താണെന്ന് ശരിക്കുള്ള അറിയുന്ന ദിശാബോധമാണ് നമുക്ക് ഈ വീഡിയോകളിലൂടെ കാണാൻ കഴിഞ്ഞത്. ഇനി ഈ കൂട്ടത്തിന്റെ അവാർഡ് സമ്മാനിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഇന്ത്യൻ സോഷ്യൽ സെന്ററിനെ അഭിമാനകരമായി നയിച്ച പ്രസിഡന്റ് ശ്രീ തോമസ് വർഗീസ്, കോണ്ടൂർ ബിൽഡേഴ്സിന്റെ സാരഥി ശ്രീ ശ്രീജിത്ത് എന്നിവരെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. കൂട്ടം അംഗം ശ്രീ സണ്ണി ചാക്കോ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവാർഡ് സ്വീകരിക്കുന്നതിനായി ശ്രീ മുഹമ്മദ് റഫിയെ ബഹുമാന പുരസ്സരം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ത്യൻ ഫുട്ബോളിന്റെ അഭിമാനമായി വളരുന്ന ചെറുപ്പക്കാരനാണ് ശ്രീ റാഫി. കയ്യടികളോടെ നമുക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാം. ശ്രീ സണ്ണി ചാക്കോ കൂട്ടം ഷാൾ നൽകി അദ്ദേഹത്തെ ആദരിക്കുന്നു. ശ്രീ തോമസ് വർഗീസ് കൂട്ടം ട്രോഫി നൽകി അദ്ദേഹത്തെ ആദരിക്കുന്നു. ശ്രീജിത്ത് ക്യാഷ് അവാർഡ്. താങ്ക് യു. കൂട്ടുകാരോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീ മുഹമ്മദ് റഫിയെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അതുപോലെ നല്ലവരായ കൂട്ടുകാരെ, എന്നെ ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇവിടെ ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് എനിക്കിവിടെ. അതുപോലെ കൂട്ടത്തിലെ എല്ലാ മെമ്പർമാരും അതുപോലെ എല്ലാവരും കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. എപ്പോഴും ഇങ്ങനെ സ്പോർട്സിന് ഒരു പ്രോത്സാഹനം പോലെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. പിന്നെ കൂടുതലായി സംസാരിച്ച് പരിചയമില്ല, കളിച്ചിട്ടേ പരിചയമുള്ളൂ. അത് കാരണം സംസാരം കുറവാണ്, വേറെ ഒന്നും വിചാരിച്ചല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഭാരവാഹികളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.